വളരെ സാഹിത്യ ശൈലിയുള്ള മൗലിദുകളിലൊരു മൗലിദാണ് ഷറഫൽ അനാം മൗലിദ്. അതിന് പ്രത്യേക പേരൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ആദ്യ വാചകം കൊണ്ട് തന്നെ പേര് വെച്ചതായിട്ടാണ് പേര് അറിയപ്പെടൽ. അതേപോലെ തൊറഫൽ അനാം മൗലിദ്, 100 കണക്കിന് അങ്ങനെ മൗലിദുകളുണ്ട്. ജുംല കൊണ്ട് പേര് പറയുന്നതിൽ യാതൊരു തകരാറുമില്ല എന്ന് നഹ്വീങ്ങളൊക്കെ പറഞ്ഞതാണ്. ജുംല കൊണ്ട് പേരിട്ടാൽ എങ്ങനെയാണ് ഇറാബ് ചെയ്യേണ്ടത് എന്ന ചർച്ച നഹ്വിൻ്റെ കിതാബുകളിൽ കാണാം. അപ്പോൾ അതുപോലെ ഷറഫൽ അനാം എന്നതൊരു ജുംലയാണ്, അതൊരു പേരായി മാറിയിരിക്കുന്നു ആ മൗലിദിൻ്റെ. ഈ മൗലിദിൻ്റെ രചയിതാവ് ആരെന്നതിൽ 2 അഭിപ്രായമുണ്ട്. ഇമാം സിബത്ത് ബിനുൽ ജൗസി തങ്ങളാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, മറ്റൊരു കൂട്ടർ ഇബ്നു ഖാസിമിൽ മാലിക്കിയാണ് എന്ന അഭിപ്രായക്കാരാണ്. ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദ് പറയലുണ്ട്, ഉസ്താദുമാരെ തൊട്ട് നഖലായിട്ട് 2 ആളും രചിച്ചിരിക്കുന്നു. രചന പൂർത്തിയായ ശേഷം രചന ഒരുപോലെ ആയതാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിന് തവാറുദുൽ അഫ്കാർ എന്നാണ് ഇൽമുൽ ബദിയയിൽ പറയൽ. ഒരാളെ ഖൽബിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്ത പദങ്ങളും പദ്യങ്ങളും മറ്റാളെ ഖൽബിലും അതുപോലെ തോന്നിപ്പിക്കുക, ഇതാണ് തവാറുദുൽ അഫ്കാർ. പദ്യങ്ങളും ഗദ്യങ്ങളൊക്കെ ഒരുപോലെ ഖൽബിലേക്ക് ഇട്ടുതരുന്നത് അല്ലാഹു ആണല്ലോ. അത് ഒരാളെ ഖൽബിൽ ഇട്ടുകൊടുത്ത അതേപോലെ മറ്റാളെ ഖൽബിലും ഇട്ടുകൊടുക്കുക. അപ്പോൾ 2 ആളുടെയും രചന ഒരുപോലെയാവും. അങ്ങനെ ഒരു കറാമത്ത് നടന്നതാണെന്നാണ് ഉസ്താദുമാർ പറയുന്നത്. മറ്റ് പല മറുപടികളും അവിടെ ഉണ്ട്. ഇതിന് കൂടുതൽ സാധ്യതയുണ്ട്. സരിഖാത്തു ഷുഅരിയ എന്ന അധ്യായത്തിലെ മുഖ്തസറുൽ മആനിയുടെ ഇൽമുൽ ബദീഇന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതിനൊത്ത സംഭവങ്ങൾ കുറെ കാണാവുന്നതാണ്. ഏതായിരുന്നാലും നല്ല സാഹിത്യമുള്ള ഖസീദകളും വരികളും കമ്പികളുമാണ് ഷറഫുൽ അനാമിൻ്റെ പ്രത്യേകതകളിലൊന്ന്. വളരെ പുണ്യപ്പെട്ടതും ചൊല്ലിയാൽ ഫലം കിട്ടുന്നതുമായ വരികളാണ് അതിലുള്ളത്. ഒരു ചെറിയ ഇഷ്കിനെ വളർത്തിയെടുക്കാൻ പറ്റിയ വരികളും സംസാരങ്ങളുമാണ് അതിൻ്റെ ശൈലി. അതിലെ മർമ്മമായ ഹാർട്ട് ഭാഗമാണ് അതിലെ നബിയോടുള്ള നേരിട്ട സംബോധനമായ അഷ്റഖ് ബൈത്ത്. നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ നാടുകളിൽ നിന്ന് മാത്രമല്ല, മക്ക പോലുള്ള സ്ഥലങ്ങളിലുള്ള മൗലിദിൻ്റെ മജ്‌ലിസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ അഷ്റഖ് ബൈത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ചൊല്ലാറുള്ളത്. അതിന് ചിലർ കാരണം പറയുന്നത്, അതിന് മുമ്പ് ഫവാത്തിൽ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. അത് എത്രയോ ഇമാമിയങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരും അതിനെ എതിർത്തിട്ടില്ല. അതിൽ മാത്രം കിതാബ് രചിച്ച ഇമാമിയങ്ങളും ഉണ്ട്. നബിയുടെ ജന്മം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുബ്കി തങ്ങൾ എഴുന്നേറ്റ് നിന്നതും സമൂഹം സദസ്സിലുള്ള പണ്ഡിതന്മാരും എല്ലാവരും എഴുന്നേറ്റ് നിന്നതുമായ സംഭവം ഇമാം ഹലബി തങ്ങൾ ഇൻസാനുൽ ഉയൂനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മസ്അല പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്.
അത് ഇഷ്കിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും. അതിന് പ്രത്യേകമായ രേഖകളോ ഒന്നും ഇല്ല എന്ന് മദാരിജ് സുഊദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഈ വിഷയമെടുത്ത് അലി ശുബ്ര മല്ലിസി പറഞ്ഞതായി മദാരിജ് സുഊദിൽ പറയുമ്പോൾ, ഇതാണ് തങ്ങൾ ജനിക്കുമ്പോൾ എഴുന്നേൽക്കുന്നതിന് എതിർത്തുകൊണ്ട് രേഖയായി ചിലർ പറയാറുള്ളത്. അവർ വായിച്ചത് തെറ്റിയതാണ്. ഇന്ദ ദിക്രിസ്മിഹി എന്നാണ് അവിടെയുള്ളത്. മറ്റൊരു ഇന്ദ ദിക്രി വലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മളെ ചർച്ച. തങ്ങളെ പേര് പറയുമ്പോൾ എഴുന്നേൽക്കുന്ന സ്വഭാവം, അതിനെ എതിർക്കുകയല്ല. അതിന് ലാ അസ്ല ലഹു, അതിന് വ്യക്തമായ രേഖകൾ കാണുന്നില്ല എന്ന്. അത് മർദൂദാണെന്നോ അത് ബിദ്അത്താണെന്നോ പാടില്ലാത്തതാണെന്നോ അവരും പറഞ്ഞിട്ടില്ല. അത് അലി ശുബ്ര മല്ലിസി പറഞ്ഞത് മദാരിജ് സുഊദ് എന്ന ബർസഞ്ചിയുടെ വിശദീകരണത്തിൽ ഏറ്റവും ഉയർന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ കിതാബിൽ പറഞ്ഞത്, നബിയുടെ ജന്മ ടൈമിൽ എഴുന്നേൽക്കുന്നതല്ല, ജനിച്ചു എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുന്നതല്ല, മറിച്ച് പേര് കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നതാണ്. അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതെല്ലാം അവനവൻ്റെ മനസ്സിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അതിലൊന്നും പ്രത്യേക മൻഹുകളോ തടസ്സങ്ങളോ എതിർപ്പുകളോ മുത്തുനബിൻ്റെ തഅ്ലീമിൻ്റെ പരിധി ഇല്ലാത്ത, പരിധി പറയാത്ത ഇമാമിയങ്ങൾ ഉലൂഹിയത്ത് അതിൻ്റെ ഖാസത്തുകളല്ലാത്ത എല്ലാം മുത്തുനബിക്ക് കൊടുക്കുന്നതിൽ ആരും എതിർപ്പോ ഉലുവോ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, പറഞ്ഞവരുമില്ല. അതെല്ലാം പുത്തനാശയക്കാരുടെയും അവരുടെ വഴിയെ തുടർന്നവരുടെയും അടയാളങ്ങളാണ്. അപ്പോൾ അശ്റഖ് ബൈത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് മുസ്ലിമീങ്ങളെ. അതിന് കാരണം ചിലർ പറഞ്ഞ് തങ്ങൾ ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണെന്ന്. അതൊരിക്കലും ശരിയാകാൻ സാധ്യത കുറവാണ്. കാരണം തങ്ങൾ ജനിച്ചു എന്ന് ആ മൗലിദിന്റെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും എഴുന്നേൽക്കാതെ അശ്റഖ് ബൈത്തിന്റെ അവിടെ മാത്രം എഴുന്നേൽക്കുന്നത് അത് ഒരു യോജിപ്പില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറിച്ച് മുഹിബ്ബീങ്ങളും ഉയർന്ന ചില പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ കേട്ടതും അതന്നെയാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലായതുമായ ആശയം, നബിയെ നേരിട്ട് വിളിക്കുന്ന വരികളും ഖൽബ് നൊന്ത് പറയുന്ന വാക്കുകളുമാണ് ഈ അശ്റഖ് ബൈത്തിൽ ഇബ്നു ജൗസിയെ അല്ലെങ്കിൽ ഇബ്നു ഖാസിമിൻ്റെയോ വാക്കുകളെടുത്ത് കടമെടുത്ത് ഓരോരുത്തരും ചൊല്ലുന്നത്. രചന ആരുടേതായാലും അവനവൻ്റെ മനസ്സ് ആ ബൈത്തിലെ ആശയങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നബിയോടുള്ള സംബോധന രംഗത്ത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചുകൊണ്ട് ചൊല്ലുന്നു. അതിൻ്റെ പ്രത്യേക കാരണം പല മജ്ലിസുകളിലും അശ്റഖിൻ്റെ ടൈമിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യത്തെ മലബാറിൽ വരെ കണ്ടവരുണ്ട്. ഷെയ്ഖുന ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി അതിൽപ്പെട്ടവരാണ്. മറ്റു പലരും അനുഭവിച്ചവർ ഉണ്ട്, അനുഭവിച്ചവർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ സാധ്യത വെച്ച് ഇരിക്കാതെ നിന്ന് ചെല്ലുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഉസ്താദുമാരും അവരും മുൻഗാമികളും ചെയ്തു പോകുന്നത്. അശ്റഖ് ബൈത്ത് ചെല്ല, ചില നാടന്മാർ അശ്റാഖ് ഇല്ല എന്ന് പറയും. അതൊരു വലിയ ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ആ അശ്റഖ് ബൈത്തിന്റെ ഒരു ബാഹ്യ അർത്ഥം നമുക്കറിയുമെങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ ബർക്കത്തും പിന്നെയുള്ള അശ്റഖുകളിലുള്ള ശ്രദ്ധയും നമുക്കൊന്നുകൂടെ ഊട്ടിയർപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഒരു ചെറിയ വിശദീകരണം ആഴത്തിലിറങ്ങി അതിൻ്റെ ബലാഗത്തും എല്ലാം കൂടി വിശദീകരിക്കാൻ ഒരിക്കലും ഈ ടൈം വിശാലമല്ല. ഇൻഷാ അല്ലാഹ്
പുറമ്പോച്ചായ അതിൻ്റെ ബാഹ്യമായ പെട്ടെന്ന് മനസ്സിലാകുന്ന മായനകൾ പറഞ്ഞ് നമുക്ക് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയും സലാം പറയുകയും ചെയ്യുക അതൊരു മുസ്ലിമിൻ്റെ അടയാളമാണ്. ഇന്നലെ ഷാഫി സഖാഫിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, ഫസലാമുൽ ലക മിന അസ്ഹാബിൽ യമീൻ. വ്യത്യസ്ത മുഫസ്സിറുകൾ വ്യത്യസ്ത തഫ്സീറിൻ്റെ കിതാബുകളിൽ വ്യത്യസ്തമായ തഫ്സീറുകൾ പറഞ്ഞത് ആയത്തിൻ്റെത് ശ്രദ്ധേയമാണ്. അതിൽ അസ്ഹാബുൽ യമീനിൻ്റെ സ്വഭാവം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കലാണെന്നൊരു തഫ്സീർ കാണാം. ആ സലാം പറയുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. നിസ്കാരത്തിൽ അത് നിർബന്ധമാണ്. ആ നിസ്കാരത്തിലെ സലാമിലും മറ്റുള്ള സലാമുകളിലും ഒക്കെ സ്വലാത്തുകളിലുമൊക്കെ അവിടുത്തെ ഹളറത്തിലാണ് ഞാൻ ഉള്ളതെന്ന ബോധത്തോടുകൂടെയും അവിടുത്തെ പച്ചക്കുബ്ബയോ ഖബറു ഷരീഫോ അവിടുത്തോട് ബന്ധം ഉണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് മനസ്സ് നട്ട് അതിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവനെ പോലെ നിന്ന് ആ നബിയോട് സംബോധനം ചെയ്താൽ അതിൻ്റെ ഫലം ചെറുതല്ല, അതേ ഉപകരിക്കൂ എന്ന് മഹാനായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിക്കാത്തത് ഈ ശൈലിയിൽ ചൊല്ലാത്തത് കൊണ്ടാണ്. അനുഭവിക്കാത്തത് അർത്ഥമോർക്കുകയും തങ്ങളിൽ മനസ്സ് നട്ട് ഏതാളെ കൂട്ടത്തുനിന്നും നമുക്ക് തങ്ങളിലേക്ക് മനസ്സ് കൊടുക്കാം, ഏതാളെ കൂട്ടത്തുനിന്നും നാം ചിന്തിക്കുന്ന ഒരാളിലേക്ക് മനസ്സ് കൊടുക്കാം, അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കാം. അതിനു പറ്റിയ രൂപത്തിലാണ് മനസ്സിനെ അള്ളാഹു സംവിധാനിച്ചത്. അശ്രദ്ധയായി പോകും കണ്ണ് തുറന്നാലെങ്കിൽ ദിക്റിന്റെ ടൈമിൽ കണ്ണടക്കൽ സുന്നത്താണെന്ന് ഷഅറാനി ഇമാം പറഞ്ഞത് കിഫായത്തുൽ അസ്ഖിയയിലും മറ്റും കാണാം. അശ്രദ്ധ വരുമെങ്കിൽ ലൈറ്റ് അണക്കൽ നല്ലതാണെന്നും അതിൻ്റെ കൂടെ കാണാം. സലാലിമിലോ മറ്റു പല കിതാബുകളിലും അത് കാണാവുന്നതാണ്. അപ്പോൾ ലൈറ്റ് അണച്ചാലും കൽബ് ലൈറ്റ് അണക്കാതെ അവിടെ ചിന്തിക്കുന്ന കൽബിനക്ക് ലൈറ്റ് അണച്ചതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ കണ്ണടച്ചാലും കണ്ണിൽ 100 കൂട്ടം ചിത്രങ്ങൾ വരുന്നവർക്കും കണ്ണടച്ചിട്ടും കാര്യമില്ല. ആദ്യം കൽബിന്റെ കണ്ണടക്കണം, ആദ്യം കൽബിന്റെ ലൈറ്റ് അണക്കണം, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ കൽബിൽ പ്രത്യക്ഷപ്പെടണം. നബിതങ്ങൾ അല്ലെങ്കിൽ നബിതങ്ങളുടെ ആധാറുകൾ മദീന എന്ന് പറയുമ്പോൾ മനസ്സിലുദിച്ച് വരുന്ന ഏതൊരു ആളുടെയും മനസ്സിൽ വരുന്ന വഹാബിയുടെ കൽബിലടക്കം വരുമെങ്കിൽ വരുന്ന ഒരു ചിത്രമാണ് പച്ച കുബ്ബ. അതിൻ്റെ ചിത്രത്തിന് വലിയ ബഹുമാനമുണ്ട്. അമ്പിയാക്കന്മാരുടെയും പ്രത്യേകിച്ച് നബിതങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയും ആധാറുകൾക്കും അതിൻ്റെ ചിത്രങ്ങൾക്കും വലിയ അസറുള്ളതായും അതുകൊണ്ട് വലിയ അനുഭവങ്ങളുള്ളതായും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അയത്തിയകും താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വഅഖിയത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക എന്ന ആ ഒരു വലിയ ആശ്ചര്യമുള്ള പെട്ടി, ആ പെട്ടി ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ മുന്നിൽ വെച്ചാൽ അവർക്ക് വിജയം ലഭിക്കുമെന്നും ആ പെട്ടിയായിരുന്നു അവരുടെ വിജയത്തിന് കാരണമെന്നും ആ പെട്ടി ഫീഹി സക്കീനത്തുൻ, അതിൽ സക്കീനത്തുണ്ട് എന്ന സ്ഥലത്ത് ജലാലൈനി അടക്കമുള്ള തഫ്സീറിന്റെ കിതാബുകളിൽ യസ്കുനൂന ഇലൈഹി, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പെട്ടിന്റെ അരികിലേക്ക് അവർ സമാധാനത്തിനെത്തും എന്ന് പറഞ്ഞ പെട്ടിയുടെ ഉള്ളിൽ സൂക്ഷിച്ച സാധനങ്ങളെ സുലൈമാനുൽ ജമൽ അടക്കമുള്ള എത്രയോ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. സുവറു ബുയൂത്തിൽ അമ്പിയാക്കന്മാർ താമസിച്ച വീടുകളുടെ ചിത്രങ്ങൾ
ആസാറുൽ അമ്പിയാക്കന്മാരുടെ ആസാറുകൾ, ആ കൂട്ടത്തിൽ ആ മഹാന്മാര് താമസിച്ച വീടിന്റെ ചിത്രങ്ങൾ എണ്ണിയതായി കാണാം. അപ്പൊ അതിനൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യമുണ്ട്. അതിനെ തകർത്തത് ബിദ്അത്തുകാരാണ്. വിശുദ്ധ ഖുർആൻ ആ വഴിയെ തുടരുന്ന മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം കാബ പടുക്കുമ്പോൾ ടൈമിൽ കാല് വെച്ച് നിന്ന് ആ കാലടയാളമുള്ള ആ സ്ഥലത്തിന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മുത്തബറക്കായ സ്ഥലത്തിന് വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞത് മഖാമു ഇബ്രാഹിം എന്നാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമ്, അതിന്റെ പിന്നിൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. തവാഫിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായത് അതിന്റെ പിന്നിലാണ്. പിന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ. അത്രയും ബഹുമാനം കൊടുത്തതാണ്. ഫീ ആയാത്തും എന്ന് പറഞ്ഞ അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലുവെച്ച സ്ഥലത്തിന് പറഞ്ഞ പേര്. മൗഖിഫ് ഇബ്രാഹിം എന്നല്ല, മഖാം. ഈ നിലക്കാണ് മഹാന്മാരുടെ ഇരുന്ന സ്ഥലങ്ങളും അവർ ഉപയോഗിച്ച സ്ഥലങ്ങളും അവർ കടക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം നാം മഖാമ് എന്ന് പറയാനുള്ള കാരണം. മുസ്ലിമീങ്ങൾ എല്ലാവരും ആ പേര് തന്നെയാണ് പറയൽ. മഖാം ഷരീഫ് എന്നാണ് പറയുന്നത്. അത് അവരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം ആയിക്കൊള്ളണമെന്നില്ല. വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ്. അത് വലിയ ഒരു സ്ഥാനത്തിനാണ് മഖാം എന്ന് പറയുക. നിന്ന സ്ഥലം എന്ന അർത്ഥത്തിന് അല്ല. അത്രയും ബഹുമാനമാണ് അതിനെല്ലാം ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാര് തൊട്ട സ്ഥലങ്ങളും ഇരുന്ന സ്ഥലങ്ങളും നടന്ന സ്ഥലങ്ങളുമെല്ലാം അവര് ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ചുംബിക്കൽ സുന്നത്താണെന്ന് ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബിൽ അല്ലാമ ബാലവി തങ്ങൾ പറയുന്നുണ്ട്. ചുംബനം സുന്നത്താണ്. കഅബാലയത്തിനെയും സുന്നത്താണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സുന്നത്താണ്. പക്ഷേ തവാഫിന്റെ ടൈമിൽ ചുംബിക്കൽ സുന്നത്തുള്ളത് ഹജറുൽ അസ്വദിനെ മാത്രമാണ് എന്നതെടുത്ത് കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് മാത്രമേ ചുംബിക്കൽ സുന്നത്തുള്ളൂ എന്ന് പറയുന്ന ചില അജ്ഞാനികളുടെ തെറ്റിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അത് തവാഫിന്റെ ടൈമിൽ ചുംബിക്കൽ സുന്നത്ത് അത് മാത്രമാണെന്നതാണ്. മറ്റതെല്ലാം തങ്ങളുടെ കാല് ചുംബിച്ചതും തങ്ങളുടെ കൈ ചുംബിച്ചതും ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈ ചുംബിച്ചതും സ്വഹാബിവര്യന്മാരുടെ കൈകൾ കാലുകൾ ചുംബിച്ചതും മുത്തുനബിയുടെ കൈ തൊട്ട കൈയല്ലേ ഈ കൈ എന്ന് പറഞ്ഞ് ആ കൈ ചുംബിച്ചതും ഒക്കെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾ, ബുഖാരി തങ്ങളെ ചുംബിച്ച് എന്നെ കാല് ചുംബിക്കാൻ സമ്മതിക്കണമെന്ന് സഹീഹ് മുസ്ലിമിന്റെ രചയിതാവ് മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി തങ്ങൾ ചുംബിക്കാൻ ആവശ്യപ്പെട്ടത് ഇമാം അസ്ഖലാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അവരാരും അതിൽ ഒരു ഉലുവോ അല്ലെങ്കിൽ തെറ്റിന്റെ ലാഞ്ചനയോ കണ്ടില്ല, അറിഞ്ഞില്ല എന്നതാണ് സത്യം. മഹാന്മാരുടെ ഖബറിന്റെ മുകളിലിട്ട പുടകൾ, ഖബറിന്റെലേക്ക് കടക്കുന്ന സ്ഥലത്തുള്ള വാതിലിന്റെ ഉമ്മറപ്പടികൾ, അതുപോലെ തന്നെ ഖബർ മുകളിലിട്ട പുടകൾ, സുന്ദൂഖുകൾ ഒക്കെ ചുംബിക്കുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് കറാഹത്താണ് എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ, മഹാനായ മുഹമ്മദ് റംലി അടക്കമുള്ളവർ അത് സുന്നത്താണെന്ന അഭിപ്രായക്കാരാണ്. ആ സുന്നത്ത് ആണെന്ന അഭിപ്രായവും കറാഹത്താണെന്ന അഭിപ്രായവും എടുത്തു വെച്ച് ഉജൈരിമിയിൽ ചർച്ച ചെയ്യുന്നു. ബർമാവി തങ്ങൾ മുതഅഖിരീങ്ങളായ ഉലമാക്കളിൽ വളരെ കൂടുതൽ അവരുടെ കൗലുകൾ തമ്മിൽ യോജിപ്പിക്കാനും അത് മദ്ഹബുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാനും കഴിയുന്ന മഹാന്മാരിൽ ഒരാളാണ് ഉജൈരിമി, അതുപോലെ ബാജൂരി, അതുപോലെ സിയാദി, അതുപോലെ കല്യൂബി, അതുപോലെ ബർമാവി,
ഷർവാനി ബിൻ ഖാസിമിൽ അബ്ബാദി ഒക്കെ. അതിൽ ബർമാവി പറയുന്നു ഒമാ ഖാല മുഹമ്മദ് റംലി ഹുവൽ മുഅ്തമദ്. ഈ രണ്ടഭിപ്രായത്തിൽ നിന്ന് ബലപ്പെട്ടത് ഷാഫി മദ്ഹബിൽ മുഅ്തമദായത് വെറും അസഹായതല്ല, മുഅ്തമദായത് അത് ഫത്വ കൊടുക്കേണ്ടതും അമൽ ചെയ്യേണ്ടതുമായത് ബർമാവി പറയുന്നു അത് റംലി തങ്ങൾ പറഞ്ഞതാണ് എന്ന് മാത്രമല്ല അത് സുന്നത്താണെന്ന് ഇസ്മുദുൽ ഐനൈൻ എന്ന കിതാബിലും കാണാം. തഖ്ബീലു ദറാഇഹിൽ ഔലിയാഇ മക്റൂഹുൻ ഇൻദ ഇബ്നു ഹജൽ ഹൈതമി. മഹാന്മാരുടെ ഖബർ ചുംബനം അത് ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ രേഖാമൂലം അവർ മനസ്സിലാക്കിയതനുസരിച്ച് കറാഹത്തായി പറയുന്നുണ്ട്. എന്നാൽ മന്ദൂബുൻ ഇന്ദ മുഹമ്മദ് റംലി തങ്ങൾ രേഖ ഉദ്ധരിച്ചുകൊണ്ട് അത് സുന്നത്താണെന്നും പറയുന്നു എന്ന് ഇസ്മുദുൽ ഐനൈൻ ഫി ഇഖ്തിലാഫി ശൈഖൈൻ എന്ന കിതാബിൽ അലി ബാസിബിരീൻ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ തർക്കമുള്ളതാണെങ്കിലും ഷാഫി മദ്ഹബിൽ മുഅ്തമദ് സുന്നത്താണെന്നതാണ്. നമ്മുടെ മുൻഗാമികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ താജുൽ ഉലമ, റഈസുൽ ഉലമ ഒക്കെ നൂറുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഖബർ മുകളിലിട്ട പുടകൾ ചുംബിക്കുന്നതും അതിൻ്റെ കൊടികൾ ചുംബിക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടതാണ്. ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ ചെയ്യാറുണ്ട്. തഅളീമും ഇഹ്തിറാമും അറിയാത്തവർ മുമ്പിൽ അത് പണ്ഡിതന്മാർ ചെയ്യരുതെന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷെർവാനിയുടെ വാക്കുദ്ധരിച്ചുകൊണ്ട് ആളുകൾ അടയുന്നത് ചെയ്യരുത് എന്ന് പറയുന്നവരുണ്ട്. അത് ആളുകൾക്കോട് സംസാരിക്കാനോ പ്രസംഗിക്കാനോ പറയാനോ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കാനാണ് സാധ്യത. കാരണം അതിൻ്റെ ഇപ്പോൾ ചാലിയത്ത് ഞാനത് ചുംബിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദ് ചുംബിക്കുകയാണെങ്കിൽ അന്ന് മുമ്പ് പറയാലോ ഇത് നല്ലൊരു സംഗതിയാണ് എന്ന നിലക്ക് ചെയ്യാണ്. അല്ലാതെ ഖബർ ചുംബിക്കുക അല്ലെങ്കിൽ ഖബറിനെ മുകളിലിട്ട് ചുംബിക്കുക എന്ന ആചാരം ഇസ്ലാമിലില്ല. തബറുക്കിന് വേണ്ടി ചെയ്യുന്ന, ഇഹ്തിറാമിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇപ്പോൾ എന്നാൽ കാണുന്നുള്ളൂ. അങ്ങനെ പറയാനൊന്നും പറ്റാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ പണ്ഡിത വേഷത്തിലുമാകുമ്പോൾ ആളുകൾക്ക് അത് വേർതിരിയുകയില്ല എന്നാണ് മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി തങ്ങൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നവരും സ്റ്റേജ് കെട്ടുന്നവരും സ്റ്റേജിലേക്ക് വരുമ്പോൾ നൂറ് ഷെയ്ഖിന് സിയാറത്ത് ചെയ്യുന്നവരും കഴിഞ്ഞിട്ട് സിയാറത്ത് ചെയ്യുന്നവരൊക്കെയാണ്. സ്റ്റേജിൽ നിന്ന് ആണ്ട് പറഞ്ഞാൽ മതിയല്ലോ, നാപ്പൊട്ടനല്ലല്ലോ ഈ ചുംബിക്കണ ആൾ. ഇപ്പം എല്ലാവർക്കും അറിയാം ബർക്കത്തിന് വേണ്ടി ചുംബിക്കുകയാണെന്ന്. എന്നാൽ പൊതുവെ ഖബർ ചുംബനം അത് കറാഹത്താണ്, അതിൽ തർക്കമില്ല. മഹാന്മാര്, ഔലിയാക്കൾ, മുതബറക്കായ മഹാന്മാരെ പറ്റിയാണ് നമ്മുടെ ചർച്ച. ഇത് ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജൂതന്മാരുടെ സ്വഭാവമാണെന്ന്. അപ്പോ മഹാന്മാരോട് ബന്ധപ്പെട്ടതൊക്കെ ചുംബിക്കുന്നത് നല്ലതാണ്. പൊതുവെ മഹത്വങ്ങൾ അറിയപ്പെടാത്ത ആളുകളുടെ ഖബറോ അതിൻ്റെ മീസാനോ ഒക്കെ ചിലര് ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് വരുമ്പോൾ മീസാൻ കൈവച്ച് ഇസ്തിലാമ് ചെയ്യുന്നത് കാണാം. അത് സുന്നത്തില്ല, അത് കറാഹത്താണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മഹാന്മാരുടെ ആദരവിന്റെ ഭാഗമാണ് ഇതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് ചുംബിക്കുന്നതിനെ സംബന്ധിച്ച് നീണ്ട ചർച്ച ഇമാമിയങ്ങളുടെ ഇടയിലുണ്ട്. അഹ്മദ് തങ്ങൾ പറയുന്നു, ഹിയ സീറത്തു സലഫി സാലിഹീൻ, കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജീവിതാവസ്ഥ അങ്ങനെയായിരുന്നു. കുറെ രേഖകളുണ്ട്. അതെല്ലാം സ്വബോധം നഷ്ടപ്പെട്ട് ഇഷ്കവും ഹാലും നിറഞ്ഞ ഹൃദയത്തിന്റെ അവസ്ഥയാണെന്നാണ് ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ പറയുന്നത്. അല്ലാതെ തബറുക്കിന് വേണ്ടിയാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഉണ്ടായിട്ടുണ്ട് എന്നതിൽ ആരുടെയിലും തർക്കമില്ല. മാത്രമല്ല ഇഷ്കും
സ്നേഹവും നിറയുമ്പോഴല്ലാതെ അങ്ങനെ ഒരു പൊതുജനങ്ങളിൽപ്പെട്ട മെമ്പർക്ക് പോലും മുത്തുനബിയെ ചുംബിക്കാൻ പേടിയായിരിക്കും. മുത്തുനബിയുടെ ഖബർ ഷരീഫിനെ ചുംബിക്കാനോ ദുരദു ഷരീഫിനെ ചുംബിക്കാനോ ഇഷ്ക് നിറയുന്ന ടൈമിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ഇഷ്ക് നിറഞ്ഞ് ചുംബിക്കുകയാണെങ്കിൽ അതിന് കറാഹത്തോ മറ്റോ ഹുക്കുമില്ല എന്ന് തുഹ്ഫയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആശിയത്തുൽ ഇലാഹിലും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ തർക്കമില്ലാത്ത അവസ്ഥയിലേക്കാണ് വിഷയം എത്തിപ്പെട്ടത്. ഏതായാലും ചുരുക്കത്തിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ ആദരിച്ചാണ്, മുത്ത് റസൂലുള്ളാഹിന്റെ സാന്നിധ്യം പേടിച്ചാണ് അശ്റഖ ബൈത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അള്ളാഹു അവിടുത്തെ ബന്ധം നമുക്ക് നൽകട്ടെ. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അശ്റഖൽ ബദ്റു അലൈന ഫഖ്തബത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂർ. ഒരു റായിൽ അവസാനിക്കുന്ന രണ്ട് വരികളാണ് കഴിഞ്ഞത്. ഇതിന് പ്രത്യേക പേരുകളുള്ള ഖസീദയാണ്. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂർ അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുറൂർ. അങ്ങനെ റായിന്റെ 4 വരികളാണ് ചൊല്ലിയത്. അശ്റഖൽ ബദ്റു പൂർണ്ണചന്ദ്രൻ 14-ാം രാവ് പ്രകാശത്തോടുകൂടെ ഉദിച്ചിരിക്കുന്നു. അലൈന നമ്മളിൽ 14-ാം രാവ് എന്ന് പറഞ്ഞാൽ 14-ാം രാവിനോട് തുല്യമായ മുത്ത് റസൂലുള്ളാഹി തങ്ങളാണ്. ആ തങ്ങൾ ഉദിച്ചിരിക്കുന്നു. അലൈന നമ്മളിൽ ഫഖ്തഫത് ആ 14-ാം രാവിന്റെ ആകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന 14-ാം രാവ് ഉദിച്ചപ്പോൾ മറഞ്ഞുപോയി. മിൻഹു ആ ബദറിന്റെ കാരണത്താൽ അല്ലെങ്കിൽ അതിന്റെ ശുറൂഖ് കാരണത്താൽ. മിൻഹുന്റെ ലമീർ ബദറിലേക്ക് മടക്കാം, അല്ലെങ്കിൽ അശ്റഖയിലെ ശുറൂഖിലേക്ക് മടക്കാം. ആ പ്രകാശം കാരണത്താൽ അല്ലെങ്കിൽ ആ ബദർ കാരണത്താൽ മറഞ്ഞുപോയാൽ ബുദൂർ, ഇവിടെയുള്ള ബദറും മറ്റു നക്ഷത്രങ്ങളും. ബദറുകൾ ഇവിടെ കാണാൻ പ്രയാസമാണ്. ബദറുകൾ എന്ന് പറഞ്ഞത് ബദറും മറ്റു നക്ഷത്രങ്ങളും കൂട്ടിയുള്ള തഖലീബിന്റെ ബഹുവചനമായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ബദറിനോട് തുല്യമായ, ഇപ്പോഴുള്ള ബദറിനോട് തുല്യമായ ഇഷ്ടംപോലെ ബദറുകൾ ഉണ്ടെങ്കിൽ അതുവരെ മറഞ്ഞു പോകും എന്നുമാകാം ലക്ഷ്യം. അതതിന്റെ ഒരു അർത്ഥമാണ്. മറ്റൊരർത്ഥം, മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം കൊള്ളുന്ന ടൈമാണ് ഇപ്പോൾ. ഫഖ്തഫത് മിൻഹുൽ ബുദൂർ, ആ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കുന്ന പലതുമുണ്ട്. ഇമാമിങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്. അവരെല്ലാവരും മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലിങ്ങ് വരുമ്പോൾ ആ പ്രകാശങ്ങൾ മറഞ്ഞു പോവുകയാണ്. നബിയാണ് അവരെല്ലാം കവർ ചെയ്യുന്ന രൂപത്തിൽ പ്രകാശിക്കുന്നത് എൻ്റെ കൽബിൽ എന്നും അതിൻ്റെ ആന്തരികമായി നമുക്ക് പറയാം. അതായിരിക്കണം അശ്റഖ് ചെല്ലുമ്പോഴൊക്കെ ഏറ്റവും നല്ല അർത്ഥം എന്ന് തോന്നിപ്പോവുക. എല്ലാ ബദറുകളും എന്നല്ല, ചിലർക്ക് ഉമ്മയായിരിക്കും ബദർ, ഉപ്പയായിരിക്കും ബദർ, ഭാര്യയായിരിക്കും ബദർ, മക്കളായിരിക്കും ബദർ. മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്ന സ്നേഹിതനായിരിക്കും. അതൊന്നും യഥാർത്ഥത്തിൽ ബദറല്ല, അത് യഥാർത്ഥത്തിൽ ദുന്യാവാണ്. ആ ബദറുകളെല്ലാം അസ്തമിച്ചു. മുത്തുനബി ഹൃദയത്തിൽ വന്നാൽ എല്ലാ ബദറുകളും അസ്തമിക്കും. ആ അസ്തമാനത്തോടുകൂടെയാണ് വാസ്തവത്തിൽ അള്ളാഹുലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുക. മുത്തുനബിയായിരിക്കണം ഏറ്റവും വലിയ ബദർ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ എന്ന ഹദീസിന്റെ ആശയം, അതിന്റെ ആന്തരികമായ ആശയം ഈ ആശയത്തെ പിൻബലം നൽകുന്നു. മിസ്ല ഹുസ്നിക, നബിയെ അവിടുത്തെ ചന്തം പോലെ, തങ്ങളുടെ ചന്തം പോലുള്ള തങ്ങളുടെ
ചന്തത്തോട് തുല്യമായൊരു ചന്തം മാറൈന ലോകം കണ്ടിട്ടില്ല. റൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതോ സൃഷ്ടികൾ കണ്ടിട്ടില്ല. തങ്ങളുടെ ഹുസ്നിനോട് തുല്യമായ ഒരു ഹുസ്ന് ആരും കണ്ടിട്ടില്ല, കാണുകയുമില്ല എന്ന് സ്വഹാബത്ത് 18ഓളം സ്വഹാബികൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഹുസ്ന് പോലത്തെ ഒരു ഹുസ്നിനെ സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകിയിട്ടില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട സംഭവം സ്വഹീഹിന്റെ ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നു, ഫൈദാ ഹുവ ഉഅ്തിയ ശത്റൽ ഹുസ്നി. നബി മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് ഭംഗിയുടെ പകുതി നൽകപ്പെട്ടതായിട്ടാണ് ഞാൻ കണ്ടത് എന്ന്. എന്താണ് ഈ വാക്കിന്റെ ആശയം? മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾക്ക് നൽകപ്പെട്ട ഭംഗിയുടെ പകുതി എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ്. അത് തന്നെയാണ് ഇമാമിയങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അതിനെതിരിൽ പറഞ്ഞവരാരും ഇല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മിസ്ല ഹുസ്നി കമാർ ഐന, ലോകം, ഞങ്ങൾ എന്ന ലോകം, ആ ലോകം മുത്തുനബിന്റെ ഹുസ്നിനോട് തുല്യമായ ഒരു ഹുസ്നിനെ കണ്ടിട്ടില്ല, കാണുകയുമില്ല, കാണൽ പ്രതീക്ഷയുമില്ല. ഖത്തു തീരത്തൻ യാ വജ്ഹ സുറൂർ, സന്തോഷത്തിന്റെ മുഖമേ, ആ മുഖം കണ്ടാൽ എല്ലാ ദുഃഖവും നീങ്ങിപ്പോകും. ആ മുഖം കണ്ടാൽ എല്ലാ പ്രയാസവും നീങ്ങിപ്പോകും. അപ്പൊ സന്തോഷം നൽകുന്ന മുഖമാണ് ആ മുഖം. അപ്പൊ വജ്ഹു സുറൂർ, സന്തോഷത്തിന്റെ മുഖമേ എന്നതിന് അർത്ഥം എന്ന് പറയാവുന്നതാണ്. അല്ല, സന്തോഷം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ പ്രധാന ഭാഗം ഒരു മുഖമാണെങ്കിൽ തങ്ങൾ സുറൂറിന്റെ മുഖമാണ് എന്നും പറയാം. അതിൽ ആഴത്തിൽ സംസാരിക്കേണ്ടി വരും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ത ശംസുൻ, നബിയെ തങ്ങൾ സൂര്യനാണ്, സൂര്യനോട് തുല്യമാണ്. സൂര്യനോട് സാധാരണയിൽ തുല്യമാക്കൽ പ്രകാശത്തിന്റെ ശക്തിയിലാണ്. അത് മാത്രമായിക്കൊള്ളണമെന്നില്ല. ഇവിടെ പ്രകാശത്തിന്റെ വിഷയത്തിൽ തങ്ങൾ സൂര്യനാണ്. ലോകത്തിന് ആകമാനം പ്രകാശത്തിലൂടെ, രശ്മികളിലൂടെ ജീവൻ പകരുന്ന ഒരു സാധനമാണ്, ജീവൻ നിലനിർത്തുന്ന ഒരു സാധനമാണ് സൂര്യൻ. ആ നിലക്കുമാകാം തങ്ങൾ ശംസ് എന്ന് പറഞ്ഞത്. എല്ലാ നിലയും വെച്ചുകൊണ്ട് അതിയായ ഉഷ്ണം ഉള്ള, അതിയായ ചൂടുള്ള ഘട്ടമല്ലാത്ത സൂര്യനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലപ്പുറമാണ് തങ്ങളെ കൊണ്ടുള്ള ഉപകാരം ലോകത്തിനിക്ക് എന്ന് ഈ അന്തശംസുൻ എന്നതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ അതിയായി പ്രകാശിക്കുന്നവരാണ്. പക്ഷേ സൂര്യന്റെ ഒരു ഭാഗം നോക്കുമ്പോൾ നട്ടുച്ച ടൈമിൽ അത് ബാഹ്യത്തിൽ ശല്യം ചെയ്യുന്നു എന്നാ പറയുന്നത്. അതൊരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അതിപ്പോ ഒരാളെ സിംഹത്തോട് തുല്യമാക്കുമ്പോൾ ധീരതയിലാണ് തുല്യമാക്കുന്നത്, അല്ലാതെ വേട്ടയാടുന്ന വിഷയത്തിലോ ഒന്നും തുല്യാക്കാറില്ല. അപ്പൊ അറിയപ്പെട്ട സ്വഭാവത്തിൽ തുല്യമാക്കുമ്പോൾ അതിന്റെ ദുസ്വഭാവങ്ങൾ ഒരിക്കലും അതിലേക്ക് മടങ്ങി വരികയില്ല. അന്ത ശംസുൻ അന്ത ബദറുൻ, തങ്ങൾ ബദറാണ്, തങ്ങൾ പൗർണമിയാണ്. പൗർണമിക്ക് പ്രകാശമാണുള്ളത്, അതും ഇരുളിലാണ് പ്രകാശം നൽകുന്നത്. സൂര്യൻ വന്നാൽ ഇരുളില്ല, ബദർ വന്നാൽ ഇരുളുണ്ടെങ്കിലും ഇരുളിൽ പല സ്ഥലത്തും മരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഇരുളുണ്ട് എന്നല്ലാതെ മറ്റുള്ള സ്ഥലത്ത് പ്രകാശം വരികയും ഇരുളുള്ള സ്ഥലത്തേക്ക് പ്രകാശം വിട്ടുകിടക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ബദറാകുന്നു തങ്ങൾ. അന്ത നൂറുൻ ഫൗഖ നൂർ, തങ്ങൾ പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശമാകുന്നു. പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അട്ടിയട്ടിയായ പ്രകാശം, കണക്ക് കൂട്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രകാശമാകുന്നു നബി തങ്ങൾ. അല്ലെങ്കിൽ അന്ത ശംസുൻ, തങ്ങൾ എൻ്റെ മനസ്സിലെ സൂര്യനാണ്. എൻ്റെ പകലുകൾ എൻ്റെ പകലുകൾക്ക് പ്രകാശം നൽകുന്നത്, എൻ്റെ മനസ്സിന്റെ പ്രകാശം നൽകുന്നത് തങ്ങളാണ്. അന്ത ബദറുൻ, എൻ്റെ രാത്രികളിൽ പ്രകാശം നൽകുന്നത് തങ്ങളാണ്.
എന്നാവാം. അന്ത നൂറും ഫൗഖ നൂർ. ഈ ടൈമിലൊക്കെ എൻ്റെ ഹൃദയത്തിൽ തങ്ങൾ ഉദിക്കണേ, എൻ്റെ ഹൃദയത്തിൽ രാത്രിയിൽ തങ്ങൾ ഉദിക്കണേ, തങ്ങൾ എനിക്ക് പ്രകാശം തരണേ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സുകൊണ്ടുണ്ടാകുന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അന്ത ഇക്സീർ, തങ്ങൾ ഇക്സീർ എന്ന് പറയുന്ന രസതന്ത്രത്തിലെ പ്രധാന ഘടകമാണ് ഇക്സീർ. അഥവാ പല സാധനങ്ങളും ചേർത്ത് അതിൽ ഇക്സീർ ചേർക്കുമ്പോൾ അത് സ്വർണമായി തീരുന്നു. അങ്ങനെയുള്ള രസതന്ത്രത്തിലെ രസവും അതുപോലെ രസം അതുപോലുള്ള സാധനങ്ങളും ഇക്സീറും ചേർക്കുമ്പോൾ ആ സാധനം, ആ ലോഹം സ്വർണമായി തീരുന്ന ഇക്സീറുണ്ട്. തങ്ങൾ ഇക്സീറാണ്. എത്രയോ കറുത്ത ഹൃദയങ്ങൾ, ആയിനും വയൂനൻ ഉമ്മൻ ഉമ്യൻ, അതുപോലെ തന്നെ ആദാനും സുമ്മൻ, ആദാനൻ സുമ്മൻ, കേൾക്കാത്ത, സത്യം കേട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹൃദയങ്ങൾ, സത്യം കണ്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കണ്ണുകൾ. അങ്ങനെ എത്ര കാട്ടാളന്മാരെ ലോകത്തിനെ ഒന്നായി ധർമ്മത്തിൽ കൊണ്ടുപോകാൻ മാത്രം സ്ഥാനത്തേക്ക് എത്തിച്ചവരാണ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ. ആ തങ്ങളുമായി ഏറ്റവും കറുത്ത ഹൃദയത്തിന്റെ ഉടമയായി ഇബ്ലീസ് ബന്ധപ്പെട്ടാൽ അയാൾക്കതിന് വിധിയില്ല. അങ്ങനെ ബന്ധപ്പെട്ടാൽ അയാൾക്ക് വരെ നന്നാകാൻ ചാൻസ് ഉള്ള ഒരു വലിയ ലോകമാണ് തങ്ങൾ. അപ്പൊ തങ്ങളെപ്പോലെ പൊന്നാക്കിയെടുക്കാൻ, തങ്കമാക്കിയെടുക്കാൻ കഴിയുന്ന സാധനം ഇക്സീറുമില്ല. തങ്ങൾ ഇക്സീർ പോലെയാണെന്ന വാക്ക് ചെറുതാണ്. അത് ചേർത്താൽ പൊന്നാകുന്നത് പോലെ തങ്ങൾ ആരുമായി ബന്ധപ്പെട്ടാലും അവന്റെ ഹൃദയം പൊന്നാകും. അവന്റെ ഹൃദയം പൊന്നായാൽ അവനാകെ പൊന്നാകും. അതാണ് വിലായത്തും അതുപോലെ തന്നെ ഔലിയാക്കളുടെ മർത്തബകളും. തങ്ങളിലൂടെ ലഭിച്ചത് മാത്രമല്ലാതെ ഒന്നും അവർക്കാർക്കും സ്വന്തമായി അള്ളാഹുവിലൂടെ നേരിട്ട് കിട്ടിയ അനുഭവം അവരാരും പറയുന്നില്ല. എല്ലാം തങ്ങളിൽ നിന്ന് കിട്ടിയ ഇസ്മത്ത് മാത്രമാണ്. അമ്പിയാക്കൾക്ക് വരെ വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ വറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ് ദിയമി എന്ന് പറഞ്ഞ പോലെ ഇക്സീറാണ് തങ്ങൾ. ഇത് പറയുമ്പോൾ കറുത്തിരുണ്ട കൽബുമായി കാലങ്ങളായി തെണ്ടി നടക്കുന്ന എൻ്റെ അവസ്ഥ നബിയെ, എൻ്റെ ഹൃദയവുമായി ഒന്ന് ബന്ധപ്പെട്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് നന്നാക്കി തരണേ എന്ന് ഒരു മുസ്ലിമിന്റെ മനസ്സ് മന്ത്രിക്കാതിരിക്കുകയില്ല. അന്ത ഇക്സീർ എന്ന് പറയുമ്പോൾ ഇക്സീറിനേക്കാൾ അമിതമായതാണ്. ഇക്സീറൊക്കെ എവിടെ കിടക്കുന്നു? അതിന് പ്രത്യേക നിബന്ധനകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെയല്ല. ഏത് കറുത്ത ഹൃദയവും ഒളുത്തു പോകുന്നതാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങൾ സ്വഹാബത്തിന് പറയാനുണ്ട്. ചിലയിടങ്ങളൊക്കെ മക്കയിൽ വരുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇടങ്ങളിലേക്ക് നോക്കി പൊട്ടിക്കരയാറുണ്ട്. അവിടുത്തെ ഭരണകാലത്താണ് വിഷയം. ഉംറക്ക് വരുമ്പോഴും ഹജ്ജിന് വരുമ്പോഴൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞിട്ട് പറയും, ഈ ഇടങ്ങളിലെല്ലാം ആടുമേച്ചും തമ്മാടിത്തരങ്ങളും ചെയ്തു നടന്നിരുന്ന ഒരുത്തനായിരുന്നു ഞാൻ. എന്നെ ഞാനാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞ് തങ്ങളോർത്ത് കരയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. എല്ലാ സ്വഹാബിമാർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. എല്ലാ വളർന്നവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. അതിനേക്കാൾ വാലിയാണ്, ഇക്സീറിനേക്കാൾ വാലിയാണ്. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വാലിയ എന്ന സുഗന്ധമാണ് എന്ന്. ബെയ്ത്തിനു വേണ്ടി വാലി എന്ന് ചൊല്ലിയതാണ്. അത് ദൂരമാണ്. അന്ത മിസ്ബാഹു സുദൂർ, അവിടുന്ന് ഹൃദയങ്ങളുടെ ദീപമാണ്, വിളക്കാണ്, ഹൃദയത്തിൽ വിളക്കാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി കൊടുത്തൊരു വിശേഷണമാണ് മിസ്ബാഹ്. അന്ത മിസ്ബാഹു സുദൂർ, സിറാജ് വിളക്ക്, സിറാജ് മുനീർ പ്രകാശിക്കുന്ന വിളക്ക്. അന്ത മിസ്ബാഹു സുദൂർ, ഹൃദയങ്ങളിലെ വിളക്കാണ് നബിയെ തങ്ങൾ.
ഏത് കറുത്ത ഹൃദയത്തിലും കറുത്ത നെഞ്ചിലും ആ വിളക്ക് കത്തിച്ചു വെച്ചാൽ, നെഞ്ചി എന്നാണ് സ്വദുർ, അതിന്റെ ബഹുവചനമാണ് സുദൂർ. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അധികവും സുദൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതിൽ വലിയ രഹസ്യവും പോയിന്റും ഉള്ളത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നാം അതിലേക്ക് പോകുന്നില്ല. ഇവിടെയും ഏറ്റവും നല്ലത് അതായിരിക്കും. നെഞ്ചകത്ത് നെഞ്ചിനെ ഹൃദയത്തെ കാക്കാൻ വേണ്ടി വെച്ച കവചമാണ്. ആ നെഞ്ചിൽ മുത്തുനബിയാകുന്ന വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിൽ പ്രത്യേകമായി സൂക്ഷിക്കപ്പെടുന്ന ഹൃദയം മുഴുക്കെ പ്രകാശിക്കുന്നതാണ്, ആത്മീയ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണ്. അന്ത മിസ്ബാഹു സുദൂർ, തങ്ങൾ നെഞ്ചിലെ വിളക്കാകുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ നെഞ്ചിലെ വിളക്കാകണം തങ്ങളെ അവിടുന്ന് എന്ന് ഒരു മനസ്സ് ഏതൊരു മുഅ്മിനും ഇത് ചൊല്ലുമ്പോൾ വരാതിരിക്കുകയില്ല. യാ ഹബീബി, യാ ഹബീബി, എൻ്റെ ഹബീബേ, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ. ഈ പ്രയോഗം, രണ്ട് പ്രയോഗവും സംശയാസ്പദമായ പ്രയോഗമായിട്ടാണ് സാധാരണയിൽ പറയാറുള്ളത്. കാരണം അല്ലാഹുവിന്റെ റസൂല് വലിയവരാണ്, നമ്മൾ നബിയെ സ്നേഹിക്കുന്നു ഏതോ ഒരു മൂലയിലൂടെ. പൂർണ്ണ സ്നേഹമൊന്നും നമുക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും സ്നേഹത്തിന്റെ ഒരു ചെറിയ കണിക നമ്മുടെ കൽബിലുണ്ട്. അതാണ് നമുക്ക് തങ്ങളോടുള്ള ഈ ഇത്രയും ജന്മമാസവും അവിടുത്തെ ആധാറുകളോടുമുള്ള മായലാനും അതിലേക്കുള്ള മനസ്സിന്റെ വെമ്പലൊക്കെ വരുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ തങ്ങളെ നാം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഹബീബ് എന്ന് പറയുന്ന സ്റ്റേജ് അത് അല്ലാഹു തആല മുത്തുനബിയെ സ്നേഹിച്ച സ്റ്റേജാണ്. ആ സ്റ്റേജ് നബിയുടെ ഒരു മർത്തബയാണ്. ആ സ്റ്റേജ് നമ്മൾ ഹബീബ്, എൻ്റെ ഹബീബ് എന്ന് പറയാൻ മാത്രം നമ്മൾ വലുതായില്ല, തങ്ങൾ അത്ര ചെറുതായതുമില്ല. അതുകൊണ്ട് എൻ്റെ ഹബീബ് എന്ന് പറയുന്നത് വളരെ സ്നേഹത്തിന്റെ ആഴത്തിലുള്ള ടൈമിൽ അറിയാതെ വിളിച്ചു പോകുന്ന വരികളായിട്ടായിരിക്കണം രചിതാവ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ നാം അതിനെ അദിനാമുലാബസത്തിന്റെ ഇളാഫത്തായി അർത്ഥം പറയേണ്ടിയിരിക്കുന്നു. യാ ഹബീബി, അള്ളാഹുവിന്റെ ഹബീബേ, ഹബീബി, ഞാൻ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബേ എന്ന് നാം അർത്ഥം പറയണം. അതുകൊണ്ട് അത്രയും വാക്കുകൾ പറയാൻ കൊണ്ടൂർ ഉസ്താദ് മടിച്ചിരുന്നു എന്ന് കുണ്ടൂരിൽ നിന്ന് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു. കരിങ്കപ്പാറ ഉസ്താദും ഈ യാ ഹബീബി എന്ന വാക്ക് പറയുമ്പോൾ അത് പറയാൻ മടിച്ചിരുന്നു എന്ന് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതായി അനുഭവിച്ചവർ പറയുന്നു. ഏതായാലും ഇതിന്റെ രചയിതാവിന്റെ മനസ്സ് മുത്തുനബിയിൽ ലയിച്ചപ്പോൾ വന്ന വരികളായിരിക്കണം. തെറ്റുണ്ടെന്നതല്ല പറഞ്ഞത്. നമ്മൾ നബിയുടെ ഹബീബാവുക അല്ല, മുത്തുനബി എൻ്റെ ഹബീബാവുക എന്നത്, നമ്മുടെ ഹബീബാവുക എന്നുള്ളത് മുത്തുനബിക്ക് ഒരു മോശമാണ്. കാരണം നമ്മുടെ ജീവിതം നിഖില മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ തങ്ങളുടെ ആ ശുദ്ധമായ ആ ഒരു വലിയ ലോകത്തോട് ബന്ധപ്പെടുത്താൻ പറ്റിയ രൂപത്തിലുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ ഹബീബ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ എൻ്റെ നബിയെ എന്ന അർത്ഥത്തിനായിരിക്കണം ആ ഇളാഫത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചൊല്ലേണ്ടത്. പിന്നെ ഉള്ളത് യാ മുഹമ്മദാണ്. യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ നിരുപാധികം ഹറാമാണെന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു. നിരുപാധികം എന്ന് പറഞ്ഞാൽ ബഹുമാന പദങ്ങൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിളിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ അരികിൽ മുഅ്തമദായ അഭിപ്രായം. എന്നാൽ നിരുപാധികം അത് ഹറാമില്ല. അത് ബഹുമാനത്തിന്റെ അടയാളമുള്ള സ്ഥലങ്ങളിൽ അത് ഹറാമില്ല എന്നാണ് മുഹമ്മദ് റംലി തങ്ങൾ പറയുന്നത്. അതിനാണ് പിൻബലം കൂടുതൽ, മസീദുകളുടെ ഒക്കെ പിൻബലമുള്ളത്. ഇവിടെ യാ ഹബീബി എന്ന ബഹുമാന പദം പറഞ്ഞതിന്റെ ശേഷം യാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ പിന്നെ ആ അബദ്ധം അവിടെ വരികയില്ല എന്ന് റംലി ഇമാമിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തെ
ആയിരിക്കണം മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായം അതായിരിക്കും യാ മുഹമ്മദ്. അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് എന്നുള്ളത് റസൂലുള്ളാഹിന്റെ പേരായതോടുകൂടെ സ്തുതി ഏറ്റവും കൂടുതൽ കണക്കറ്റ് സ്തുതിക്കപ്പെട്ടവർ എന്ന അർത്ഥം മുഹമ്മദ് എന്ന പദത്തിന്റെ ഒരർത്ഥമാണ്, അതിന്റെ ഭാഷാർത്ഥം. ആ അർത്ഥത്തിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് തകരാറില്ല എന്ന് ഇബ്നു ഹദർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം. വളരെയധികം സ്തുതിക്കപ്പെട്ടവരെ, തങ്ങളുടെ പേരല്ല. എന്ന ആയത്തിന്റെ തഫ്സീറിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഇമാമിയങ്ങൾ ഈ വിഷയം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങളുടെ ടൈമിൽ പട്ടണമില്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. ഇബ്നു ഹദർ തങ്ങൾ പറയുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കരുത് എന്നാണ്. ഇനി എവിടെങ്കിലും അങ്ങനെ വന്നാൽ അതിനെ തെവീൽ ചെയ്യണം, സ്തുതിക്കപ്പെട്ടവരെ എന്ന് തെവീൽ ചെയ്യണം. അതാണ് മഹാന്മാരുടെ ചില ഖസീദകളെ സൂചിപ്പിച്ച് ഇബ്നു ഹദർ തങ്ങൾ പറഞ്ഞത്. അതിലൊരു ഖസീദ തന്നെയാണ് ഇതും. യാ മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവരെ, വളരെ കൂടുതൽ സ്തുതിക്കപ്പെട്ടവരെ എന്നല്ല, അത് യാ മഹ്മൂദ് എന്നതിന് അർത്ഥമാണ്. യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അറ്റമില്ലാതെ സ്തുതിക്കപ്പെട്ടവരെ എന്നാണ്. ആരാണ് ഏറ്റവും സ്തുതിച്ചത്? മുത്തുനബിയെ, അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുഹമ്മദായവരെ, സ്തുതിക്കപ്പെട്ടവരെ, അതാണ് മുഹമ്മദിയ മർത്തബ. അള്ളാഹുവിനെ വല്ലാതെ സ്തുതിച്ചവർ എന്നാണ് അഹ്മദിയായ മർത്തബ. ഏറ്റവും സ്തുതിച്ചവർ എന്നാണ്. അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച അഹ്മദുൽ ഹാമിദീൻ മുത്തുനബീന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൽ മുഹമ്മദീൻ. അള്ളാഹു തആല സ്തുതിച്ചവരിൽ ഏറ്റവും സ്തുതിക്കപ്പെട്ടവർ മുത്തുനബിയുമാണ് എന്ന് മഹാന്മാർ എഴുതിയത് കാണാം. ഷിഫ പോലുള്ള കിതാബുകളിൽ അത് കാണാം. മുഹമ്മദുൽ മുഹമ്മദീൻ, അഹ്മദുൽ ഹാമിദീൻ. അഹ്മദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ പേരാണ് അഹ്മദ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുത്തുനബിയോടുള്ള ബന്ധത്തിന്റെ പേരാണ് മുഹമ്മദ്. ഇനിയും അത് വിശദീകരിക്കപ്പെടും. ആ ഇസ്മിൽ ഒതുങ്ങാത്ത ഒന്നുമില്ല ലോകത്തെല്ലാം. ആ ഇസ്മിൽ ഒതുങ്ങിയതും അതിന്റെ രഹസ്യങ്ങളുമെല്ലാം അതിന്റെ രഹസ്യം പറയുന്ന ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിയ ഹഖീഖത്തു മുഹമ്മദിയ, അതൊരു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയ, സൂഫി ലോകം ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു ലോകമാണ് ഹഖീഖത്തു മുഹമ്മദിയ. അതുപോലെ തന്നെ ഹഖീഖത്ത് അഹ്മദിയയും. അത് രണ്ടും ചർച്ച ചെയ്താൽ അപ്പോഴാണ് ഈ മുഹമ്മദ് എന്ന ലോകത്തെ നമുക്ക് മനസ്സിലാവുക. അതൊന്നും പറയാൻ നമുക്ക് ടൈമില്ല, അത് പറയാൻ നമുക്ക് അറിവില്ല, ഉള്ളത് പറയാൻ ടൈമുമില്ല. യാ മുഹമ്മദ്. എന്നാൽ ചില ദുആകളിൽ യാ മുഹമ്മദുണ്ട്, വാ മുഹമ്മദുണ്ട്. ഉദാഹരണം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും സ്വഹീഹ് എന്ന് തുർമുദി പറഞ്ഞതുമായി നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക ബിനബിയിക മുഹമ്മദ്, യാ മുഹമ്മദ് ഇന്നി അതവസ്സലു ബിക ഇലാ റബ്ബി ലിതഖ്ലിയ ഹാജതി. നബിയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ യാ മുഹമ്മദ് എന്നൊരു വിളി ആ ദുആന്റെ ഇടയിൽ കാണാം. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹദർ തങ്ങൾ പറഞ്ഞത് അത് ഹദീസിൽ വാരിദായ ദുആയാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല, അത് അപ്പടി തന്നെ ചൊല്ലുക എന്നാണ്. അത് അവിടെ ബഹുമാന പദങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബഹുമാന പദം അതിന് മുമ്പുണ്ട്. അവിടുത്തെ യാ മുഹമ്മദ് അപ്പടി തന്നെ ചെല്ലണം, അവിടെ യാ റസൂലല്ലാഹ് എന്നാക്കാൻ പാടില്ല. അത് തങ്ങൾ പഠിപ്പിച്ച ദുആയതുകൊണ്ട്, അത് തങ്ങളെ നാവിലൂടെ നമുക്ക് ചൊല്ലി പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ ചൊല്ലുകയല്ല, അത് നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിന് വേദന വന്നപ്പോൾ വാ മുഹമ്മദ്, യാ മുഹമ്മദ് പറഞ്ഞതും അത് നമുക്ക് വരുമ്പോൾ അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന ഇമാം ബുഖാരിയുടെയും നബി തങ്ങളുടെയും ഇമാം ജസിരി തങ്ങളുടെയും അതുപോലെയുള്ള നൂറുകണക്കിന് ഇമാമിയങ്ങളും കാലിന് വേദന വരുമ്പോ അതിന്റെ മസിൽ കയറുമ്പോ ചൊല്ലുന്ന ദിക്റായി, സുന്നത്തായ ദിക്റായി മിസ്റ്റർ ഇബ്നു ഖയ്യിമും അതുപോലെ തന്നെ ഇബ്നു തൈമിയയും എല്ലാവരും അംഗീകരിച്ചു പറഞ്ഞ യാ മുഹമ്മദ് അത് വാരിദായതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് ബഹുമാന സൂചനയാക്കാൻ വേണ്ടി യാ റസൂലുള്ളാഹ് എന്നോ മറ്റോ ചേർത്ത് ദലായിൽ ഖൈറാത്ത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഹദീസിൽ വാരിദായ ദുആയാണ്. അതിനെപ്പറ്റി ചർച്ചയില്ല എന്ന് ഇബ്നു ഹദർ തങ്ങൾ ഈളാഹിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്.
യാ ഹബീബി യാ മുഹമ്മദ്. എന്നാൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഇവിടെ യാ മുഹമ്മദ് എന്ന് ഇല്ല എന്നാണ്. അതും കൂർത്ത ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന ഒരാശയമാണ്. അതെന്താ? യാ ഹബീബിയ എന്നാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൽ നിന്ന് ബദലായിട്ട് അല്ലെങ്കിൽ അതുബയാനായിട്ട് മുഹമ്മദ് യാ ഹബീബിയ, എന്നിട്ട് ബൈത്തിന് വേണ്ടി യാന നീട്ടുമ്പോൾ യാ ഹബീബി യാ മുഹമ്മദ് എന്നാവുകയാണ്, എന്നല്ലാതെ യാ മുഹമ്മദ് അല്ല എന്നാണ് റഈസുൽ ഉലമയുടെ പക്ഷം. അത് ദൂരമല്ല, അതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ്. യാ ഹബീബിയ, യാ നിങ്ങൾക്ക് മനസ്സിലായോ? യാ ഹബീബിയ മുഹമ്മദ് നീട്ടി ചെല്ലുമ്പോ യാ ഹബീബി യാ മുഹമ്മദ്. നിദാന്റെ യാ അത് നാസിഖിന്റെ പകർപ്പുകാരുടെ കയ്യിൽ കുടുങ്ങിപ്പോയതാണ്. എഴുതേണ്ടത് അങ്ങനെയല്ലായിരുന്നു. എങ്ങനെയാണ്? യാ ഹബീബി യാ മുഹമ്മദ് എന്നാണ്. അതിനെ നീട്ടുമ്പോ യാ ഹബീബി യാ മുഹമ്മദ് എന്നാണ്. അപ്പൊ പിന്നെ റംലി അഭിപ്രായ പ്രകാരവും ഇബ്നു അഭിപ്രായ പ്രകാരവും രണ്ട് അഭിപ്രായ പ്രകാരം പ്രശ്നമില്ലാതെ വന്നു അല്ലേ എന്നാണ് റഈസുൽ ഉലമയുടെ ആഴമായ ചിന്തയിൽ പറയുന്ന വാക്കുകളിൽ ഒന്നതാണ്.